ഹായ് ഫ്രണ്ട്സ്, എന്താ പരിപാടി? ഓണമൊക്കെയല്ലേ? അപ്പോൾ നമുക്ക് ഓണം ഒന്ന് കളറാക്കാനായിട്ട് ഒരു മുന്തിരി പച്ചടി ഉണ്ടാക്കിയാലോ? അടിപൊളിയായിട്ടുള്ള ഒരു മുന്തിരി പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 300 ഗ്രാമോളം മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിപ്പമുള്ള മുന്തിരിയാണ്. മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചതച്ചെടുത്ത തേങ്ങയുടെ ആ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈരിൻ്റെ അളവ് എടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ചായിരിക്കും കേട്ടോ. ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ മുന്തിരി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിവിടെ നിന്ന് വെന്ത് വരട്ടെ. ഇതുപോലെ നന്നായി തിളച്ച് ഈ ഒരു വെള്ളം വേണം കേട്ടോ. കാരണം ചട്ടിയിൽ നല്ലപോലെ ചൂടായിട്ടിരിക്കുകയല്ലേ. അപ്പം ഈ ഒരു വെള്ളം ഉണ്ടെങ്കിലാണ് കുറച്ച് കറിയായിട്ടെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഇനി വെള്ളം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ആ തൈരും തേങ്ങയുടെ ആ മിക്സ് ചേർത്ത് കൊടുത്തു. ചട്ടി നല്ലപോലെ ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടെ ഒക്കെ താളിച്ച് കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ചടി കേട്ടോ. സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പച്ചടി. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. കാരണം മുന്തിരിയുടെ ആ ഒരു പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്ന് അടിപൊളിയായിട്ടുള്ളൊരു പച്ചടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ സദ്യ സ്പെഷ്യൽ ഒരുപാട് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓണം എല്ലാവർക്കും കളറാവട്ടെ. താങ്ക്